ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാപതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. വാൽമീകിർഗിരിസംഭൂതരാമ്യം ഭവനിധി സങ്കഥ ശ്രീമദ്രാമായണീ ഗംഗാപുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 158 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡം 35 സർഗങ്ങൾ കഴിഞ്ഞ പ്രഭാഷണത്തോടു കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടെ ഒടുവിൽ പറഞ്ഞത് മാല്യവാൻ രാവണൻ്റെ മാതാമഹനായ മാല്യവാൻ വന്നിട്ട് രാവണൻ ഉപദേശിച്ചതാണ്. ചെയ്യുന്ന ആക്രമമാണ്, രാമൻ നിസ്സാരനല്ല, അതുകൊണ്ട് സീതയെ രാമന് തിരിച്ചു കൊടുത്തിട്ട് സ്വസ്ഥനായിരിക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ രാക്ഷസ വംശത്തിന് തന്നെ വലിയ ഹാനിയാണ് ഉണ്ടാകുക എന്നൊക്കെ വിശദമായിട്ട് ഉപദേശിച്ചതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാവൺ പ്രത്യക്ഷത്തിൽ പെട്ടെന്നൊന്നും പറഞ്ഞില്ല. മാല്യവാനാകട്ടെ താൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. അതിനുശേഷം ബഭൂവ തൂഷ്ണിം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് 35 സർഗം കഴിഞ്ഞത്. 36 ആദ്യത്തെ പറയുന്നത് ഈ മാല്യവാൻ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് രാവണന് ദേഷ്യം വന്നു. പിന്നീടാണ് രാവണൻ പറയുന്നതൊക്കെ ദുഷ്ടാത്മാ കാലസ്യ വശമാകെ വർഷയതീന. ഈ മാല്യവാൻ്റെ വാക്കുകളൊന്നും തന്നെ രാവണന് സഹിക്കാവുന്നതായിരുന്നില്ല. അയാൾ ക്രോധിച്ചു. അല്ല പറഞ്ഞു, നിങ്ങളൊക്കെ എന്നെ നിന്ദിച്ചുകൊണ്ട് ശത്രുവിനെ പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ പറയുന്നത് എന്താണ്? ആ രാമൻ എന്താണ് യോഗ്യതയുള്ളത് എന്നൊക്കെയാണ്. രാക്ഷസാം ഈശ്വരം മാംജ ദേവാനന്ദ ഭയങ്കരം. ദേവന്മാർക്ക് പോലും ഭയങ്കരനായിരിക്കുന്ന, രാക്ഷസന്മാർക്ക് അധിപതിയായിരിക്കുന്ന എന്നെ ഒരു ഹീനനെ പോലെ കരുതിയിട്ട് നിങ്ങൾ നിന്ദിക്കുന്നത് എന്താണ്? വീരദ്വേഷേണ വാശങ്കേ പക്ഷപാതേന വാരിപോഹ. ശത്രുവോടുള്ള പക്ഷപാതം കൊണ്ടാണോ, എന്നെപ്പറ്റി ബഹുമാനമില്ലാത്തതുകൊണ്ടാണോ, എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? യഥാർത്ഥത്തിൽ ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ സഹിക്കുന്നവനല്ല, പക്ഷെ പണ്ട് ചെയ്തിട്ടുള്ള ഉപകാരങ്ങളൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളെ ഹനിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്ന മട്ടാണ് രാവണൻ പറയുന്നത്. എന്നിട്ട് വളരെ വ്യക്തമായി രാവണൻ പറഞ്ഞു, ഞാൻ എൻ്റെ ശരീരം 2 മുറിക്കപ്പെട്ടു, 2 പിളർന്നുപോയി എന്ന് വന്നാൽ പോലും സീതയെ കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇതാ ഭജ്യേയമപ്യേവം മമേ എന്തു വസ്യതിൽ. ഞാൻ ആരെയും വഴങ്ങില്ല, ആർക്കും വഴങ്ങി കൊടുക്കില്ല, ആരെയും നമസ്കരിക്കുകയില്ല. ഇതെൻ്റെ സാമാന്യമായ സ്വഭാവമാണ്. ഏഷമേ സഹജോ ദോഷ സ്വഭാവോ നിരതിക്രമമായി. ഇതിൻ്റെ സ്വഭാവമാണ്. സ്വഭാവത്തെ മാറ്റാൻ ആർക്കും എളുപ്പമല്ല. അപ്പം എൻ്റെ സ്വഭാവത്തനുസരിച്ച് പറഞ്ഞാൽ ഞാനിത് ഒരിക്കലും ചെയ്യുന്നതല്ല. നിങ്ങളുടെ ഉപദേശങ്ങളൊക്കെ അതുകൊണ്ട് വ്യർത്ഥമാണെന്നർത്ഥം. പ്രതിജാനാമി ദേശത്തിൻ അജീവൻ പ്രതിയാസ്യതി. നിങ്ങൾ ഈ രാമനെ ഇങ്ങനെയായിട്ട് പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. രാമൻ കടൽ കടന്ന് ഇവിടെ എത്തി, ലങ്കയിൽ പ്രവേശിക്കാതൊക്കെ വേണം അടുത്തെത്തി എന്നുള്ളതും ശരിയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ആൾ ജയിക്കുന്നു വരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾ ജീവനോടുകൂടി തിരിച്ചു പോവുണ്ടാവില്ല. ഇങ്ങോട്ട് വന്നുള്ളതെല്ലാം കേമം തന്നെ എന്നൊക്കെയാണ് രാവണൻ്റെ പക്ഷം. ഏവം ബ്രുവാണം സംരബ്ധം ദുഷ്ടം. ഇങ്ങനെയൊക്കെ ക്രോധിച്ചിട്ട് ആ രാവണൻ പറയാൻ തുടങ്ങിയപ്പോൾ മാല്യവാനൊന്നൊരു ഉത്തരവും പറഞ്ഞില്ല. അദ്ദേഹം സ്വന്തം ഗൃഹത്തിലേക്ക് പോയി. ഞാൻ മാല്യവാൻ അഭ്യനുജ്ഞാതോ ജഗാമ സ്വം നിവേശനം. സ്വന്തം ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം രാവണൻ, അതായത് രാവണനും വാനര സൈന്യവും ലങ്കയുടെ അടുത്തെത്താറായി എന്ന് മനസ്സിലായില്ല. അവർ ചിറകെട്ടിയിട്ട് ഇങ്ങോട്ട് കടക്കുന്നുള്ള ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ സൈന്യങ്ങളൊക്കെ വിന്യസിക്കാൻ വേണ്ടി, യുദ്ധം ഉറപ്പാണെന്ന് തോന്നുന്ന നിലയ്ക്ക് സൈന്യങ്ങളൊക്കെ വിന്യസിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് പിന്നെ കുറച്ച് ശ്ലോകങ്ങളുള്ളത്. അവിടെ കാര്യമായിട്ട് പറഞ്ഞത് കിഴക്കേ കോട്ടവാതിൽ പ്രഹസ്തൻ നിൽക്കണം, എതിരാൻ വരുന്ന ശത്രുക്കളെ നേരിടാതൊക്കെ വേണം കിഴക്ക് ഭാഗത്ത് പ്രഹസ്തൻ, തെക്കേ കോട്ടവാതിക്കൽ മഹാപാർശ്വനും സഹോദരന്മാരും നിൽക്കണം, പടിഞ്ഞാറേ ഗോപുരദ്വാരത്തിൽ മഹാമായാവിയായ തൻ്റെ പുത്രൻ ഇന്ദ്രജിത്തിനെ തന്നെ നിയോഗിച്ചു. പിന്നെ വടക്കേ ഗോപുരദ്വാരത്തിൽ ശുഖസാരണന്മാരെയും നിർത്തി. എന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ സംരക്ഷിക്കാതൊക്കെ വേണം ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. വിരൂപാക്ഷനെ നടുവിലെ കോട്ടയിൽ അതിൻ്റെ സംരക്ഷണത്തിനായി നിർത്തി.
ഇങ്ങനെ വേണ്ട പോലെയൊക്കെ ചെയ്തു എന്ന്. ഇതിന് ശേഷം 37-ാമത്തെ സർഗത്തിൽ നമ്മൾ കാണാം മറുപക്ഷത്ത് വാനരന്മാരും ഇതുപോലെ ചില സൈനിക സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നതാണ്. കാരണം അവർ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വാനരന്മാരുണ്ട്. അവരിൽ ആരൊക്കെയാണ് നേതൃത്വം കൊടുക്കേണ്ടത്, ലങ്ക ആക്രമിക്കാതൊക്കെ വേണം ഏത് ഭാഗത്ത് ആരാണ് നിൽക്കേണ്ടതെന്നൊക്കെ അവർ പറയാൻ കുറച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരാദ്യമായിട്ട് മഹായവന്മാരായിരിക്കുന്ന അങ്കദൻ, അതേപോലെ ഹനുമാൻ, ലക്ഷരാജാവായിരിക്കുന്ന ജാമ്പവാൻ, കുമുദൻ, നളൻ, പനസൻ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് രാമൻ ആലോചിച്ചതാണ്. രാക്ഷസനായ വിഭീഷണനോട് കൂടിയിട്ട് ലക്ഷ്മണനോട് കൂടി ആലോചിച്ചു. കാര്യസിദ്ധിയും പുരസ്കൃത്യ മന്ത്രയുദ്ധം വിനിമയേ, കാര്യസിദ്ധിക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിച്ചു. ആരൊക്കെ ഏതൊക്കെ ഭാഗത്തേക്കാണ് പോകേണ്ടത്, എങ്ങനെയൊക്കെയാണ് ലങ്കയിലേക്ക് കടന്നു കയറേണ്ടത്, എങ്ങനെയാണ് ആക്രമണം നടത്തേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് വിഭീഷണൻ പറഞ്ഞു, വിഭീഷണൻ്റെ കൂടെ 4 രാക്ഷസന്മാരും കൂടി രാമനെ അഭയം പ്രാപിച്ചതായിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ 4 മന്ത്രിമാർ പക്ഷികളുടെ രൂപത്തിൽ രാവണൻ്റെ കോട്ടയിൽ കടന്നിട്ട് രാവണൻ്റെ സൈനിക വിന്യാസങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി മനസ്സിലാക്കി വന്നിട്ടുണ്ട്, അത് ഞാൻ കേൾപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് വിഭീഷണൻ ലങ്കയിലെ സൈനിക സന്നാഹത്തെക്കുറിച്ച് മുഴുവൻ അറിവ് കൊടുത്തു. നമ്മൾ തൊട്ട് മുമ്പത്തെ സർഗത്ത് കണ്ടതാണ്, ഇപ്പോൾ ആവർത്തിക്കേണ്ടതില്ല. ഇന്ന ഗോപുരങ്ങൾ ഇന്ന ആൾക്കാരാണ് കാവലുള്ളത്, ഇത്ര ലക്ഷം രാക്ഷസന്മാർ ഓരോരോ ഗോപുരദ്വാരത്തും കാവൽ നിൽക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ വിഭീഷണൻ അറിയിച്ചു, രാമനെ അറിയിച്ചു. ഈ ചാരപ്രവർത്തനം എന്ന് പറയുന്ന യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ശത്രുവിൻ്റെ ഓരോ നീക്കവും മുൻകൂട്ടി വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞാൽ ആക്രമിക്കുന്നവർക്ക് വളരെ സൗകര്യമാണല്ലോ. എല്ലാ കാലത്തും അങ്ങനെയാണ്, ശത്രുവിൻ്റെ നീക്കത്തെ കഴിയുന്നത്ര മുൻകൂട്ടി അറിയാൻ ശ്രമിക്കും. ചാരപ്രവർത്തനം എന്ന് പറയുന്ന യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വിഭീഷണൻ്റെ മന്ത്രിമാരായ ചാരന്മാർ പോയി ഇതൊക്കെ അറിഞ്ഞു വന്നിട്ടുണ്ട് എന്നറിഞ്ഞു. അതിനുശേഷം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രാമൻ തൻ്റെ വാനര സൈന്യത്തിന് വേണ്ടതായ നിർദ്ദേശം കൊടുക്കുകയാണ്. നമ്മളും ഇതേപോലെ കിഴക്ക് ഭാഗത്ത് ആരാണ് ഇന്ന് ആക്രമിക്കേണ്ടത്, ആരാണ് ചെന്ന് കയറേണ്ടത്, ആ ക്രമത്തിലാണ് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നിങ്ങനെ ക്രമത്തിൽ ഏതൊക്കെ ആരും നേതൃത്വം കൊടുക്കണം എന്നൊക്കെ പറയാൻ. അപ്പോൾ അതൊക്കെയാണ് ഈ ഭാഗങ്ങൾ വളരെ വിസ്തരിച്ച് വർണ്ണിക്കാനില്ല പറഞ്ഞത്, കാരണമൊക്കെ സാങ്കേതിക കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ടായിട്ട് പറഞ്ഞത് കിഴക്കേ കോട്ടവാതിൽക്കൽ നീലൻ ബാലസൈന്യത്തോടു കൂടി ചെന്ന് എതിർക്കണം. ബാലിപുത്രനായ അങ്കദൻ വലിയ സൈന്യങ്ങളോട് കൂടിയിട്ട് തെക്ക് ഭാഗത്ത് മഹാഭാർഷ സഹോദരന്മാരെ നേരിടാനായിട്ട് പോകണം. പിന്നെ പടിഞ്ഞാറ് ഭാഗത്താകട്ടെ സാക്ഷാൽ ശ്രീഹനുമാൻ തന്നെ വമ്പിച്ച സൈന്യത്തോടു കൂടി നിൽക്കണം. പിന്നെ വടക്ക് ഭാഗത്താണ്, വടക്ക് ഭാഗത്ത് രാവണനും ശുഖസാരണന്മാരൊക്കെയാണുള്ളത്, അവരെ നേരിടാൻ ഞാൻ ലക്ഷ്മണനോട് കൂടി നിൽക്കാം എന്നും പറഞ്ഞു. ഇതൊക്കെയാണ് രാമൻ നിർദ്ദേശമായിട്ട് പറഞ്ഞത്. വാനരേന്ദ്രസ്ഥ ബലവാൻ അക്ഷരാജസ്ഥ വീര്യവാൻ രാക്ഷസേന്ദ്ര അനുജശ്ചൈവ ഗുത്മേ ഭൗതു മധ്യമേ. നടുവിലെ ഭാഗത്ത് ആരാണ് ചെയ്യേണ്ടത്? ഈ സുഗ്രീവനും ജാമ്പവാനും മുതലായാലും കൂടി നടുവിലെ കോട്ടവാതിൽ രക്ഷിക്കണം എന്നും പറഞ്ഞു. യുദ്ധത്തിൽ പിന്നെ വേറൊരു പ്രധാന നിർദ്ദേശം കൊടുത്തത്, ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക വാനരന്മാരാരും തന്നെ മനുഷ്യരൂപം കൈക്കൊള്ളരുത്. അവർക്ക് മായാരൂപങ്ങളൊക്കെ എടുക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണല്ലോ. ഹനുമാൻ ബ്രാഹ്മണ വേഷത്തിലും ഒക്കെ പോയത് കണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങളാരും മനുഷ്യരുടെ രൂപം സ്വീകരിക്കരുത്. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാലുള്ള വിഷമം എന്താ വെച്ചാൽ ഈ രാക്ഷസന്മാരും മനുഷ്യരൂപത്തിൽ വന്നു വരാം. അപ്പോൾ രാക്ഷസന്മാരാണെന്ന് വിചാരിച്ചിട്ട് വാനന്മാരെ തന്നെ കൊന്നുപോയി എന്ന് വരാം, സ്വന്തം ആൾക്കാരെ മനസ്സിലായില്ല എന്ന് വരാം. രാക്ഷസന്മാരെന്നാൽ വാനര രൂപം എടുത്ത് വരുമോ എന്ന് വിചാരിക്കാനില്ല. കാരണം വാനന്മാരൊക്കെ അവർക്ക് പുച്ഛമാണ്. അതുകൊണ്ട് ഒരു താഴ്ന്ന ജീവിയുടെ രൂപം സ്വീകരിക്കാൻ രാക്ഷസന്മാർ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് രാക്ഷസന്മാരേതായാലും വാനര രൂപത്തിൽ വരില്ല. അതുകൊണ്ട് വാനരന്മാരൊക്കെ വാനരന്മാരിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ വാനരന്മാർ മനുഷ്യരൂപത്തിലോ വേറെ രൂപത്തിലൊക്കെ നടന്നാൽ യുദ്ധത്തിൽ സ്വന്തം വിഭാഗത്തിന് നാശം ഉണ്ടാകും. കുറച്ച് ആൾക്കാരിന് ഇളവ് കൊടുത്തിട്ടുമുണ്ട്. അതായത് അങ്കദൻ, സുഗ്രീവൻ, വിഭീഷണൻ, ഇതായ കുറച്ച് ആൾക്കാർക്ക് വേണം എന്ത് ചെയ്യാം, രൂപം മാറി സഞ്ചരിക്കാമെന്ന് പറയുകയും ചെയ്തു. ഇതൊക്കെ ഓരോ സൈനിക നീക്കവും സൈനിക തന്ത്രങ്ങളുമൊക്കെ
ആഖ്യാനം ചെയ്യാൻ. ഇതൊക്കെയാണ് 37 പറയുന്നത്. അതുകൊണ്ട് വാനരന്മാർ അങ്ങനെ ചെയ്യരുത്. രാക്ഷസന്മാർ വാനരൂപം കൈക്കൊള്ളാൻ ഇടയില്ലാത്ത അതെന്തു മാനുഷേണ ഇവ സപ്തയോത്സ്യാമഹേവരാൻ. ആരൊക്കെ ഞങ്ങളൊക്കെ മനുഷ്യരൂപത്തിന് യുദ്ധം ചെയ്യുന്ന അഹമേവ സഹഭ്രാത്ര, ഞാനും ലക്ഷ്മണനും മനുഷ്യരൂപത്തിന് നിന്നുകൊള്ളാം എന്നും പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ സുവേല പർവ്വതത്തിൻ്റെ താഴ്വരത്തിൽ നിന്നുകൊണ്ട് വിചാരിച്ചു ഈ പർവ്വതത്തിൻ്റെ മേലെ കയറാം. അതായത് ത്രികൂടപർവ്വതം എന്ന് പറയുന്ന വലിയ പർവ്വതമാണ്. അതിൻ്റെ ഒരു ശിഖരമാണ് സുവേലം. ആ സുവേലമാകുന്ന ശിഖരത്തിന് മേലെ, ആ പർവ്വതത്തിന് മേലെ കയറി നിന്നിട്ട് ലങ്കയിലുള്ള കാര്യങ്ങളൊക്കെ നേരെ നോക്കി മനസ്സിലാക്കാം. കുറച്ചുകൂടി ഉയരമുള്ള സ്ഥലമാണ്. അവിടെ ഇന്ന് കഴിഞ്ഞാൽ ലങ്കയിലെ കോട്ടവാതിലുകളും ലങ്കയിലെ ഏർപ്പാടുകളൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ കയറി ചെയ്തിട്ട് നമുക്കത് നോക്കാം എന്ന് പറയാം. അങ്ങനെ രാമൻ അള്ളും വാനര സൈന്യങ്ങളൊക്കെ കൂടി സുവേലപർവ്വതത്തിൻ്റെ മേലെ കയറുകയാണ്. സുവേലപർവ്വതം നല്ല യുദ്ധം ചെയ്യുന്നത് അവർ പിന്നീട് ഇങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യും. അവിടെ കയറി നിന്നിട്ട് അവർ ഈ രാവണൻ്റെ കോട്ടയിലെ വിശേഷങ്ങളൊക്കെ വിസ്തരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അവിടത്തേക്ക് കയറുകയാണ്. അതാണ് പിന്നീടുള്ള ഭാഗത്ത് വർണ്ണിക്കുന്നത്. സുവേലപർവ്വതത്തിന് മേലേക്ക് അവർ വേഗത്തിൽ പോയി എന്നാണ്. അതിൽ പറഞ്ഞു, ആ രാമൻ ആ സമയത്ത് പറഞ്ഞു, വിഭീഷണ രാമ സുഗ്രീവമിതം ബ്രവിൽ. സുഗ്രീവനോട് പറഞ്ഞു, വിഭീഷണ ധർമ്മജ്ഞമനുരക്തം നിശാചരം മന്ത്രജ്ഞന്റെ ശ്ലക്ഷണയാപരയിര. വളരെ മാർദ്ദമുള്ളതായ വാക്കുകളോട് കൂടി പറഞ്ഞാൽ നമുക്ക് ഈ പർവ്വതത്തിന് മേലെ നിന്നിട്ട് കൃത്യമായിട്ട് ഈ രാക്ഷസന്മാരുടെ സന്നാഹങ്ങളൊക്കെ മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ സുവേലപർവ്വതത്തിൻ്റെ മേലെ കയറിപ്പോയി. രാമനമ്പും വില്ലും എടുത്തിട്ട് വിക്രമനായ ലക്ഷ്മണനോട് കൂടിയിട്ട് അവിടെ എത്തി. മറ്റു വാനരന്മാരും പറഞ്ഞു ചെന്നു. ഹനുമാൻ, അങ്കദൻ, നീലൻ, മൈന്ദൻ, ദിവിതൻ, ഗജൻ, ഗവാക്ഷൻ, ഗവയൻ, ശരഭൻ, ഗന്ധമാദനൻ, പനസൻ, കുമുദൻ പ്രഗത്ഭനായ പ്രശസ്തരായിരിക്കുന്ന വാനരന്മാരാണ്. അതുപോലെ ജാമ്പവാൻ, സുഷയണൻ, ഋഷഭൻ, ദുർമുഖൻ, ശതബലി, അവർക്ക് വളരെ വായുവേഗമുള്ളവരാണ്. അവർക്ക് കൂടിയിട്ട് സുവേലപർവ്വതത്തിൻ്റെ മേലെ കയറി എന്നിട്ട് അവിടത്തേക്ക് നോക്കി. ഇതൊക്കെ ലങ്കാം രാക്ഷസ സമ്പൂർണ്ണം ദദുഷുർ ഹരി ഉഥവാ. ഈ വാനരന്മാർ രാക്ഷസന്മാരാൽ ആവൃതമായിരിക്കുന്ന ലങ്ക നോക്കി കണ്ടു. ഇതൊക്കെ കണ്ടത് മോചുർ വിവിധാത്മാദാം തസ്യരാമസ്യ വിദ്യത ശബ്ദകോലാഹലങ്ങളൊക്കെ ഉള്ളതായ അവിടത്തേക്ക് നോക്കി. താം രാത്രിയും ആ രാത്രി മുഴുവൻ അവർ സുവേലപർവ്വതത്തിൽ തന്നെ കഴിച്ചു കൂട്ടിയെന്നാണ്. ലങ്കായാന്തസുർ വീര വനന്യുപവനാനിയ. ലങ്കയിലെ സൗരപ്രദേശങ്ങളും വനങ്ങളും ഉപവനങ്ങളൊക്കെ കണ്ടു. അത് കുറച്ച് ക്ഷേമമായിട്ട് കവി വർണ്ണിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? അനേക വൃക്ഷങ്ങളോടുകൂടി ഉണ്ടായിരുന്നു. ചമ്പകം, അശോകം, ബകുളം, സാലം മുതലായ നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പച്ച പരപ്പുകളായ പുൽപ്പടപ്പുകളുണ്ടായിരുന്നു. കുബേരൻ്റെ ചൈത്രരഥം എന്ന് പറയുന്ന ഉദ്യാനം പോലെയും ഇന്ദ്രൻ്റെ മദ്വനോദ്യാനം പോലെയും സർവർത്തുരമണീയമായിരുന്നു ലങ്കയിലെ ഉദ്യാനങ്ങളൊക്കെ. സർവർത്തുരമണീയം എന്ന് പറഞ്ഞാൽ എല്ലാ ഋതുക്കളിലും ഉണ്ടാകുന്ന പുഷ്പങ്ങളൊക്കെ ഒരേ സമയത്തുണ്ട് എന്നർത്ഥം. സാധാരണ ചില പുഷ്പങ്ങൾ ചില കാലത്തേ ഉണ്ടാവും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാ കാലത്തും വയ്ക്കുന്ന പുഷ്പങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണ്. പിന്നെ അവിടെ പൊയ്കകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ വളരെ സാമാന്യ വിസ്തരിച്ചിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെയൊന്നും പറന്ന് നിൽക്കുന്ന പക്ഷികളുണ്ടായിരുന്നു, വണ്ടുകൾ, കൊയിലുകൾ, ഇങ്ങനെ പലതും കാണാനുണ്ടായിരുന്നു. അതൊക്കെ അവർ ഈ മലയെ കയറി നോക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്തു വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് രാവണൻ്റെ കോട്ടയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു. അതിന് കുറച്ച് വിസ്തരിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ത്രികൂടപർവ്വതത്തിൻ്റെ ഒരു ശിഖരം ആകാശം നിന്നത്ര വലുപ്പത്തോടു കൂടിയതായിരുന്നു. ശിഖരം ത്രികൂടസ്യ പ്രാംശം സമന്താൽ പുഷ്പസംഛന്നം മഹാരജസന്നിഭം. വെള്ളി കൊണ്ടുണ്ടാക്കിയ പോലെ തോന്നുന്നു. വളരെയധികം മിനുക്കുള്ളതായിരുന്നു. 10 യോജന വിസ്താരവും 20 യോജന നീളവും ഉള്ള ആയിരുന്നു ആ കോട്ടവാതിലുകളൊക്കെ. അങ്ങനെ ഓരോന്നിനായിട്ട് പറയാൻ ഗംഭീരമായൊരു ചൈത്യം, അങ്ങനെ വലിയൊരു കൊട്ടാര കെട്ടുണ്ടായിരുന്നു. അവിടെ 100 രാക്ഷസന്മാർ കാവൽ നിൽക്കുന്ന ആ ഗൃഹം രാവണൻ്റെ ഗൃഹമാണ്. അവിടെ രാവണനെ അവർ കണ്ടു. ഈ മലയുടെ മേലെ നിന്നിട്ട് അവർ കണ്ടു. അതെങ്ങനെയുള്ളതാണ്? താം സമൃദ്ധാർത്ഥാൻ ലക്ഷ്മീമൽ ലക്ഷ്മണ രാവണസ്യ പുരീം രാമോദശസഹവാനരേ. വാനന്മാരോട് കൂടിയിട്ട് രാമാനുജനായ ലക്ഷ്മണനും രാമനും ഒരുമിച്ച് കണ്ടു. നഗരീം ത്രിവിധ പ്രഖ്യാം
വിസ്മയം പ്രാപ്യ വീര്യവാൻ. ആ രാവണൻ്റെ ബുദ്ധിയും രാവണൻ്റെ സന്നാഹങ്ങളും അവിടുത്തെ ഐശ്വര്യങ്ങളൊക്കെ കണ്ടിട്ട് വിസ്മയം പ്രാപിച്ചു എന്നാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? താം രത്നപൂർണം ബഹുസംവിധാനം പ്രാസാദമാലാഭിലലങ്കവഞ്ച പുരീം മഹായന്തകപാഠമുഖ്യം രാമോ മഹതാപരേന. വലിയ സൈന്യങ്ങളോട് കൂടിയിട്ട് രത്നപൂർണമായിരിക്കുന്ന ലങ്ക കണ്ടു എന്നാണ്. ഇപ്പം ലങ്ക നേരത്തെ ഹനുമാൻ തീവൊക്കെ ചെയ്തെങ്കിൽ അതൊക്കെ വീണ്ടും അതേപോലെ ആയി വന്നു എന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ കഴിപ്പാടിൽ പറയുന്നുണ്ട്, അനിലസുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതീപരിപൂർണമായി വന്നത് അത്ഭുതം എന്നാണ്. ലങ്കയ്ക്ക് അങ്ങനെ ചില വിശേഷങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഹനുമാൻ പകുതിയിലധികം ദഹിപ്പിച്ച് കളഞ്ഞെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഭൂതി പരിപൂർണമായി വന്ന് അത്ഭുത ഐശ്വര്യത്തോട് കൂടിയിട്ട് വീണ്ടും ലങ്ക പഴയതുപോലെയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ ഈ രാമനും വാനസൈന്യങ്ങളും നോക്കുന്ന സമയത്ത് വളരെ ഗംഭീരമായ ആ ലങ്കാപുരി മുഴുവൻ കണ്ടു. അവിടെ രാവണൻ ഇരിക്കുന്നു കണ്ടു. അതിനിടയ്ക്ക് മറ്റുള്ളവരാരും വിചാരിക്കാത്തൊരു സംഗതി സുഗ്രീവൻ ചെയ്തു. അവിടെ രാവണൻ തൻ്റെ ഗ്രഹത്തിലിരിക്കുന്ന ഇവിടുന്ന് കാണുകയാണ്. അപ്പോൾ രാവണനെ അങ്ങനെ കണ്ട സമയത്ത് സുഗ്രീവൻ വല്ലാതെ ക്രോധമുണ്ടായി. കാരണം രാമൻ്റെ പത്നിയെ അപഹരിച്ചു, വലിയ അക്രമിയ ആണ് ചെയ്തതെന്ന്. രാമൻ്റെ സുഹൃത്തായിരിക്കും സുഗ്രീവന് സ്വാഭാവികമായിട്ട് രാവണനോട് ക്രോധം സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് ക്രോധിച്ചിട്ട് ആകാശത്തിലേക്ക് ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് അവർക്ക് ആകാശമാർഗമായിട്ട് പോകാൻ സാധിക്കും. ഇവരാരും പ്രതീക്ഷിക്കാതെ, അതായത് രാമൻ്റെ അനുമതിയോ വിഭീഷണോ അനുവാദമൊന്നും ചോദിക്കാതെയും താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് തൻ്റെ കൂടെയുള്ളവർ ആർക്കും ഒരു നിർദ്ദേശം കൊടുക്കാതെ പെട്ടെന്ന് ക്രോധത്തിന് അധീനായിട്ട് ഒരൊറ്റ ചാട്ടത്തിന് രാവണൻ്റെ അവിടെ എത്തി രാവണൻ്റെ സമീപത്തിൽ നിന്നിറങ്ങി ആകാശമാർഗമായിട്ട് പോയതാണല്ലോ. എന്നിട്ട് രാവണനെ കുറേ ഭർഷിക്കുകയും രാവണനോട് ചെറിയ തോതിലൊരു യുദ്ധം തന്നെ ചെയ്തു എന്നാണ്. ക്രോധവേഗേന സംയുക്ത സത്തേന ജവലേനജ അതലാദഗ്രതോത്ഥായ പൊപ്പിളുവേ ഗോപുരസ്ഥനെ. ആ ഗോപുരത്തിൽ നിന്നാണ് കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം തൃണീകൃത്യദ്രക്ഷ സോബ്രവീൽ പരുഷം വല. മഹാകേമനായിരിക്കുന്ന രാവണനെ പുല്ല് പോലെ ജനിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. രാവണനോട് സുഗ്രീവൻ പറയാൻ അയാളെ ലവലേശം ബഹുമാനിക്കാതാണ്. എന്നിട്ട് ആ രാവണൻ്റെ തലയിലുണ്ടായിരുന്ന കിരീടം ആകർഷമുകുടം ചിത്രം പാതയാമാസഭി. രാവണൻ്റെ തലയിൽ വിലസിക്കൊണ്ടിരിക്കുന്ന കിരീടം പറിച്ചെടുത്തിട്ട് നിലത്തേക്ക് എറിഞ്ഞു. ആ ക്രോധം കൊണ്ടാണ്. എന്നിട്ട് ബഭാഷയതം നിശാചര. ആ രാക്ഷസേന്ദ്രനായ രാവണനോട് പറഞ്ഞു, ഇതാ ഞാൻ നിന്നെ വധിക്കാൻ പോകുന്നു, നിൻ്റെ കാലത്തോടുകൂടി കഴിഞ്ഞു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയാൻ. എൻ്റെ കയ്യിൽ നിന്ന് നീ എന്ത് ചെയ്യില്ല, മോചിപ്പിക്കപ്പെടില്ല. സുഗ്രീവസ്ത്വം പരോക്ഷം മേ ഹീന ഗ്രീവോ ഇഷ്യതി. സുഗ്രീവൻ്റെ ഈ വമ്പ് വളർത്തൽ രാവണന് സ്വാഭാവികമായിട്ട് ക്രോധം ഉണ്ടാക്കി. രാവണൻ പറഞ്ഞു, നീ ഗ്രീവത്തെ കഴുത്താണ്, നല്ല കഴുത്തോട് കൂടിയവനാണ്. പക്ഷേ നീ ഇപ്പം എന്ത് ചെയ്യും? എന്നോട് നേരിടാൻ വന്നു കഴിഞ്ഞാൽ നീ ഹീനഗ്രീവൻ, കഴുത്തില്ലാത്തവനാവും, ഞാൻ നിന്നെ വധിക്കും എന്നാണ് രാവണൻ പറഞ്ഞത്. ഏതായാലും അവിടെ വെച്ചിട്ട് അപ്രതീക്ഷിതമായ യുദ്ധപ്രഖ്യാപനമൊന്നും ഇല്ലാതെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാഹുയുദ്ധം, വലിയ ആയുധങ്ങളും പ്രയോഗിച്ചിട്ടില്ല, ഒരു ദ്വന്ദ്വയുദ്ധം ഉണ്ടായി. ഇതൊക്കെ അവർ ചെയ്തത് പരസ്പരം ചേതവിദഗ്ധഗാത്രവും പരസ്പരം ജോണിത രക്തദേഹവും പരസ്പരം സൃഷ്ടനിരുദ്ധചേഷ്ടവും പരസ്പരം ശാത്മലിയും സുഖാവിവ. മുഷ്ടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു, കൈമുട്ടുകൾ കൊണ്ടും കരാഗ്രഹങ്ങൾ കൊണ്ടും ഇടിച്ചു, അതിഘോരമായിട്ട് പൊരുതി നോക്കിയാണ്. അന്യോന്യം എടുത്തെറിഞ്ഞു, ശത്രുവിൻ്റെ ഇടത്തേക്ക് വലത്തേക്ക് തിരിച്ചു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചു, എടുത്തെറിഞ്ഞു. ഇങ്ങനെ അതിഭീകരമായിരിക്കുന്നതിന് ഉക്ഷിപ്യ വിനമ്യദേഹവും പാദക്രമ ഗോപുരാവേദിലഗ്നവും. ഇതൊക്കെ വളരെയധികം യുദ്ധം ചെയ്തു വരുന്നതാണ്. ഇതാരും പ്രതീക്ഷിക്കാത്തതും ഈ രാമനും വാനന്മാർക്ക് അത്ഭുതപ്പെട്ടു അവർ പരിഭ്രമിച്ച് നിൽക്കുകയാണ്. സുഗ്രീവൻ ഒറ്റ ചാട്ടത്തിന് പോയിട്ട് ഇങ്ങനെ ചെയ്തത്. യഥാർത്ഥ യുദ്ധം പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടില്ല, യുദ്ധത്തിനുള്ള ആജ്ഞ ആരും കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെ ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഉദ്യമ്യത അന്യോന്യമധിക്ഷിബന്ധൗ സംചക്രമാതേ ബഹുയുദ്ധമാർഗേ വ്യായാമ ശിക്ഷാബല സംപ്രയുക്തൗ ക്രമം ജഗ്മധുരാശു വീരവും. കുറേ നേരമൊക്കെ ഇങ്ങനെ പൊരിയും. വേറെ ആളാണെങ്കിൽ തന്നെ
ഓരോരോ ഇടിയേൽക്കും ഇങ്ങനെ മരിച്ചുകൊണ്ടതായിരുന്നു. പക്ഷേ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എടുത്തെറിയുകയും ഒക്കെ ചെയ്തെങ്കിലും അവർക്ക് രണ്ടുപേർക്കും കാര്യമായ തളർച്ച ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയായിരുന്നു ഇത്. തൗ പരസ്പരമാസാദ്യ എത്താവന്യുന്യ സൂദനെ. ഇങ്ങനെ വലിയ സ്തംഭങ്ങളെപ്പോലെ കൈകളുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തടുത്തു, വട്ടം ചുറ്റിച്ചു, ഇങ്ങനെ പലതും ചെയ്തു എന്നർത്ഥം. തീറ്റയ്ക്ക് തക്ക നോക്കി നിൽക്കുന്ന മാർജാരന്മാരെ പോലെ വീണ്ടും വീണ്ടും നിൽക്കുകയും നീങ്ങുകയും ചെയ്തു. ഇങ്ങനെ ഗംഭീരമായ ഒരു യുദ്ധം ഉണ്ടായി. അതിനുശേഷം തൻ്റെ ബലം പ്രകടിപ്പിച്ചു നല്ലതുപോലെ നോക്കിയിട്ട് ആ വാനരാധിപനായ സുഗ്രീവൻ ആകാശത്തേക്ക് പൊങ്ങിയതാണ്. ഏവമസ്മിന്നന്തരേ രക്ഷോ മായാബലമതാത്മന എന്ന് പറഞ്ഞല്ല, ആ ഇനി രാവണൻ മായാബലം പ്രയോഗിക്കാൻ പോകുന്നു എന്ന് സുഗ്രീവൻ മനസ്സിലായി. മായായുദ്ധം സുഗ്രീവൻ അത്ര പരിചയമുള്ളതല്ല, ശരീരബലം കൊണ്ട് യുദ്ധം ചെയ്യാമെന്നല്ലാതെ രാവണൻ മായാബലത്തെ അവലംബിക്കാൻ പോകുന്നു, മായ കൊണ്ട് തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നിയപ്പോൾ സുഗ്രീവൻ അവിടെ പൊങ്ങിയിട്ട് ആകാശമാർഗം വാനരന്മാരും രാമലക്ഷ്മണന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരികയും ചെയ്തു. ആ സമയത്ത് രാമൻ സുഗ്രീവനോട് പറഞ്ഞു, അല്ലയോ സഖാവെ, അങ്ങ് ചെയ്ത് വലിയ കഷ്ടമായിപ്പോയി. കാരണം ആ കേവനായിരിക്കുന്ന രാവണൻ അത്ര നിസ്സാരനല്ല. യാതൊരു മുന്നറിയിപ്പില്ലാതെ ഞങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചത് ഒരു തരത്തിൽ വിവേകമില്ലായ്മയാണ്. യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ അച്ചടക്കത്തോടെ ചെയ്യേണ്ടതാണല്ലോ, നിർദ്ദേശങ്ങൾക്കനുസരിച്ചു ഒത്തുചേർന്നിട്ടും ചെയ്യേണ്ടതാണ്. ഒരാളിങ്ങനെ വ്യക്തിപരമായ ബലം കാണിക്കാൻ പുറപ്പെടുക, യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ശത്രുവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഇടിച്ചേരിച്ചില്ല, ഇതൊക്കെ വലിയ കഷ്ടവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആപത്തിന് കാരണമാവുന്നതാണ്. കാരണം ആരും രക്ഷിക്കാനുണ്ടാവില്ല, അദ്ദേഹം ഒറ്റയ്ക്കാണല്ലോ അങ്ങോട്ട് പോയത്. അവിടെ വലിയ കഷ്ടമായി. എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം? സുഗ്രീവനോട് ചോദിച്ചു. സുഗ്രീവൻ പറഞ്ഞു, അല്ലയോ രാജൻ, അങ്ങയുടെ മഹിഷിയായ ആ സീതയെ അപഹരിച്ച അവനെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ക്രോധം സഹിച്ചില്ല. സഹിക്കവയ്യാത്ത ക്രോധം കൊണ്ട് പെട്ടെന്ന് ആലോചനയൊന്നുമില്ലാതെ ഒരു തരത്തിൽ പറഞ്ഞ ഒരു വാനരരാഫല്യം പോലെ ചെയ്തതാണെന്ന് അർത്ഥം. അല്ലെങ്കിൽ യുദ്ധത്തിന് മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല വാസ്തവത്തിൽ എന്നിങ്ങനെ പറയുകയും ചെയ്തു. ഇതൊക്കെയാണ് പിന്നീടുണ്ടായത്. തവ ഭാര്യാപഹർത്താരം ദൃഷ്ട്വാ രാഘവ രാവണം, അല്ലയോ രാഘവ, അങ്ങയുടെ ഭാര്യ അപഹരിച്ചാൻ അവനെ മർഷയാമി കഥം വീര. എൻ്റെ വിക്രമത്തെക്കുറിച്ച് എനിക്ക് ആത്മവിശ്വാസമുള്ള ഞാൻ അങ്ങയുടെ ഭാര്യ അപഹരിച്ചവനായ അവനെ എങ്ങനെ സഹിക്കും? അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. സാഹസപ്രിയ എന്നാണ് രാമൻ സുഗ്രീവനെ സംബോധന ചെയ്തത്. സാഹസമാണ് ചെയ്തത് അർത്ഥം. ഏതായാലും ഇനി അങ്ങോട്ടൊന്നും ചെയ്യരുതെന്ന് പറയുകയും ചെയ്തിട്ട് സമാധാനിപ്പിച്ചു. അതിനുശേഷം പറഞ്ഞു, ലക്ഷ്മണനോട് രാമൻ പറഞ്ഞു, കുളിർത്ത വെള്ളവും പഴങ്ങൾ ധാരാളമുള്ള സ്ഥലത്ത്, ഇതൊക്കെ പർവ്വത പ്രദേശം ത്രികൂടപർവ്വതത്തിൻ്റെ ഭാഗത്താണല്ലോ ലങ്ക, അങ്ങനെ സ്ഥലത്ത് സൈന്യങ്ങളൊക്കെ നീക്കൂ. എന്നിട്ട് മുമ്പ് പറഞ്ഞ പോലെ പല ലക്ഷണങ്ങളും പറയാൻ. ഞാൻ വിചാരിക്കുന്നത് ലോകക്ഷേകരമായ യുദ്ധം തന്നെ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അത്തരം അടയാളങ്ങളൊക്കെ കാണാനുണ്ട്. സന്ധ്യ രക്തചന്ദനം പോലെ പരമധാരണമായിട്ടുണ്ട്. ഘോരങ്ങളും അസാധാരണങ്ങളായ പക്ഷികളും മൃഗങ്ങളൊക്കെ പേടിച്ച് തളർന്നവരായിട്ട് കാണുന്നു. ജീവജാലങ്ങളൊക്കെ പലതരത്തിലുള്ള ദീനരോധനങ്ങൾ പുറപ്പെടുന്നുണ്ട്. ഇതൊക്കെ രാമൻ പറയുന്നുണ്ട്. അതിൽ പരുന്തുകളും കാക്കകളും കഴുകന്മാരൊക്കെ വളരെ താഴെ കൂടി പറക്കുകയാണ്. കുറുക്കന്മാരൊക്കെ അതിഘോരമായി ഓരിയിടുന്നുണ്ട്. ഒക്കെ കൂടി യുദ്ധം വളരെ ദാരുണമായി തീരും എന്നുള്ളൊരു ലക്ഷണമായിട്ട് പറയാൻ. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവർ സൂര്യപർവ്വതം താഴേക്ക് ഇറങ്ങിയിട്ട് ഇനി രാവണനെ പുതിയ ആക്രമിക്കാം എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് പുറപ്പെടുകയാണ്. അങ്ങനെ അതീർഘേണ കാലേന ഭ്രാതരോ രാമലക്ഷ്മണോ രാവണസ്യ പുരീലങ്കാം ആസേതുമോ. അതിനുശേഷം ഈ രാമലക്ഷ്മണന്മാരും മറ്റുള്ളവരൊക്കെ കൂടിയിട്ട് അതീർഘേണ കാലേന, വലിയ കാലതാമസമില്ലാതെ രാവണൻ്റെ പുരത്തിലേക്ക് നടന്നിരുന്നു. യുദ്ധം തുടങ്ങാനായതർത്ഥം. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ വാനരവീരന്മാരെയൊക്കെ പ്രത്യേകിച്ച് ഓരോരോ സ്ഥലത്തും നിർത്തി. അതേസമയം തന്നെ രാവണൻ്റെ ഭാഗത്ത് എന്താ ചെയ്തത്? അവർ സൈനിക സജ്ജീകരണങ്ങൾ നടത്തി. വാനരന്മാരാകട്ടെ ഓരോ ഗോപുരവാതിക്കലും കോടിക്കോടി വാനരന്മാർ നിർത്തി എന്ന് പറയുന്നുണ്ട്. ഇത്രയുണ്ട് വാനരന്മാരുടെ എണ്ണം. ഇതാണ് അധൂരാൻ മധ്യമേ ഗുത്മേതസ്തോ ബാഹുബലാനുക തേതു വാനര ശാർദൂല ദംക്ഷണ വിഹിത്വാതിരുമശൈലാഗ്രാൻ സൃഷ്ടായുദ്ധായ തസ്ഥിരേ ദ്വാരേ ദ്വാരേ ഹരീണന്തു കോടിഞ്ഞ വേശയിൽ. ഓരോരോ ഗോപുരദ്വാരത്തിലും കോടിക്കണക്കിന് വാനരന്മാരെ നിർത്തിയതാണ്. അവരൊക്കെ യുദ്ധസന്നദ്ധരായിട്ട് അവർക്ക് കാര്യമായ ഉപകരണം
ഈ പർവ്വത പ്രദേശത്താണ്. പർവ്വതത്തിൻ്റെ ശിഖരങ്ങളൊക്കെ പൊട്ടിച്ചെടുത്തു, വലിയ പാറകളൊക്കെ കയ്യിലേന്തി, മരങ്ങളൊക്കെ പറിച്ചെടുത്തു. ഇനി രണ്ടധ്യായം യുദ്ധം തുടങ്ങിയാണ്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും വളരെ വിസ്തരിക്കണം തോന്നുന്നില്ല. കാരണം യുദ്ധത്തിൻ്റെ ക്രമമൊക്കെ ഏകദേശം ആര് യുദ്ധം ചെയ്യുമ്പോൾ ഇത് തന്നെയാണ്. കാരണം വാനരന്മാർക്ക് പ്രത്യേകിച്ച് ശൂലം, കുന്തം, ഗദ മുതലായ ആയുധങ്ങളൊന്നുമില്ല. അവരെപ്പോഴും ചെയ്യുന്നത് മരം പറിച്ചെറിയുക, പാറക്കെട്ടുകൾ എറിയുക. അപ്പോൾ രാക്ഷസന്മാരാകട്ടെ അത് അസ്ത്രങ്ങൾ കൊണ്ടും ഗദ കൊണ്ടൊക്കെ തകർത്ത് കളയുന്നു. അപ്പോൾ രഥം അടിക്കുന്നു, രഥം തകർക്കുന്നു, കുതിരയെ കൊല്ലുന്നു, സാരഥിയെ വീഴ്ത്തുന്നു എന്നൊക്കെയുള്ളതാണ് യുദ്ധക്രമം. അത് പുരാണങ്ങളിലൊക്കെ യുദ്ധത്തിന് ചുരുക്കം ചില അത്ഭുത കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് സാമാന്യമായിട്ട് പറഞ്ഞു പോകാനേ ഉള്ളൂ. ഏതായാലും ഈ 41 സർഗത്തോട് കൂടിയിട്ട് യുദ്ധത്തിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു. 42 വാക്കാണ് യുദ്ധാരംഭം വർണ്ണിക്കുന്നത്. ഇതാണ് രണ്ടുപേരും യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി. അനിവാര്യമാണ് യുദ്ധം എന്ന് വന്നു. എല്ലാവരും എന്ത് ചെയ്തു? തദ് രാമോചനം സർവം അന്യുന്യാധ്യം നമം. ഒരു ന്യൂനതയില്ലാതെ രാമൻ്റെ ആജ്ഞകളൊക്കെ പാലിച്ചുകൊണ്ട് വാനരന്മാരൊക്കെ കൂടി വേണ്ടതുപോലെ സംവിധാനം ചെയ്തു. അതിനിടയ്ക്ക് ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലരൊക്കെ ക്രോധം കൊണ്ട് വൈയക്തികമായിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയാൻ. അതിലേക്ക് അംഗദനെ ദൂതനായിട്ട് പറഞ്ഞയച്ചു. കാരണം യുദ്ധം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. എന്നാലും അവസാന ശ്രമം എന്നുള്ള നിലയ്ക്ക് എപ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ്. യുദ്ധം സാധിക്കുന്നത്ര ഒഴിവാക്കേണ്ടതാണ്. അവസാന കൈയായിട്ട് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് അംഗദനെ വിളിച്ചിട്ട് രാമൻ പറഞ്ഞു, രാവണൻ്റെ ഒക്കെ ചെന്നിട്ട് പറയൂ, ഞാനിവിടെ എത്തിക്കഴിഞ്ഞു, നിനക്ക് വലിയ നാശം ഉണ്ടാവും. അതുകൊണ്ട് രാക്ഷസവംശം നിലനിൽക്കണമെന്നുണ്ടെങ്കിലും സ്വന്തം ജീവൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിലും സീതയെ എൻ്റെ കാൽക്കൽ സമർപ്പിച്ച് യുദ്ധം കൂടാതെ കഴിക്കാമെന്ന് രാവണനോട് പറയൂ എന്ന് പറഞ്ഞ് അംഗദനെ അയച്ചു. അംഗദൻ വളരെ വേഗത്തിൽ രാവണൻ്റെ കൊട്ടാരത്തിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അക്ലിഷ്ടകർമാവായ രാമൻ്റെ ദൂതനാണ്. ആ രാമൻ ഇതങ്ങനെ പറഞ്ഞയച്ചിരിക്കുന്നു. സീതയെ മടക്കി കൊടുത്തില്ലെങ്കിൽ ജീവഹാനി തന്നെ നേരിടും, രാക്ഷസവംശത്തിന് വലിയ നാശം ഉണ്ടായിത്തീരും. അവിടെ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സീതയെ രാമന് സമർപ്പിക്കൂ എന്നുള്ള കാര്യം അംഗദൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും രാവണന് വല്ലാതെ ദേഷ്യം വന്നു. രാക്ഷസന്മാരൊക്കെ കൂടിയിട്ട് അംഗദനെ പിടിക്കാനും വധിക്കാനും ഒക്കെ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം ഇവരെ മുഴുവൻ ആദ്യത്തിൽ തന്നെ പിടിച്ചുകൊള്ളട്ടെ എന്ന് അംഗദൻ വിചാരിച്ചു. 4 രാക്ഷസന്മാർ കൂടി അദ്ദേഹത്തെ പിടികൂടി എന്നൊക്കെ പറയുന്നുണ്ട്. അക്കാര്യത്തെ രസേ തോന്നിയുള്ളൂ. ഗൃഹ്യതാമിതറും മേധാവധ്യതാമിതി ജാസകൾ, ഇവനെ പിടിക്കൂ, കൊല്ലൂ, വെട്ടൂ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അയാൾക്കൊക്കെ രസമായിട്ടേ തോന്നിയുള്ളൂ. സതാൻ ബാഹുദ്വയാസക്താനാദായ പതയാനിവ പ്രാസാദം ചൈലസംഘാസ ഉൽപ്പപാതങ്കതസ്തദാ. 4 പേര് വന്നിട്ട് ഈ അംഗദനെ കയ്യിലും കൂട്ടി പിടിച്ചു. അയാളെ പിടിച്ചു വെച്ചു. പക്ഷെ അയാൾ നിസ്സാരമായിട്ട് അവനെ മുഴുവൻ കുടഞ്ഞു കളഞ്ഞ് താഴെ തള്ളിയിട്ടിട്ട് ആകാശത്തിലേക്ക് കുതിച്ചയാടി രാമൻ്റെ സമീപത്ത് തിരിച്ചു വരികയും ചെയ്തു. ഇതാണ് അംഗദദൂത്. അംഗദനെ അവസാനമായിട്ട് സമാധാന സന്ദേശമായിട്ട് അയച്ചു. അതും ഫലിച്ചില്ല. ഇനി ആ യുദ്ധം ആരംഭിക്കുകയാണ്. 42 സർഗം മുതൽക്ക് ഇത് ഏറെക്കുറെ കഴിയുന്നത് വരെ യുദ്ധമാണ്. അവസാനത്തെ ചില സർഗങ്ങൾ വെച്ചാൽ ബാക്കി മുഴുവൻ യുദ്ധമാണ്. അത് നമുക്ക് തുറന്നുള്ള പ്രഭാഷണം കേൾക്കാം. ആദ്യം ഒരാളെ അയക്കുന്നു, അവരൊക്കെ വധിക്കപ്പെടുന്നു. അപ്പോൾ അതിനേക്കാൾ ബലവാന്മാരാന്ന് കരുതുന്ന ആൾക്കാർ അയക്കുന്നു. അങ്ങനെ യുദ്ധം വളരെ തീക്ഷ്ണവും സങ്കീർണവും ഒക്കെ ആയിത്തീരുകയാണ്. അതിലേക്ക് ഇരു വിഭാഗങ്ങൾക്കും ചില സമയത്ത് ചില ക്ഷീണവും ചില പരാജയമൊക്കെ പറ്റും. അത് കഴിഞ്ഞാൽ അവരൊക്കെ മറികടന്നിട്ട് വീണ്ടും യുദ്ധം ചെയ്യും. ഇതൊക്കെയാണ് ഇനിയുള്ള വർണ്ണന മുഴുവനുള്ളത്. നമുക്ക് യുദ്ധകാണ്ഡത്തിൽ അവസാനം വരെ കാണാവുന്ന ഈ യുദ്ധവർണ്ണനയാണ്. അതൊക്കെ തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.